നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് പിന്നാലെ രാഷ്ട്രീയ ഭാവിയെ ചൊല്ലി എൻസിപിയിൽ അഭിപ്രായ ഭിന്നത രൂക്ഷം. പി.സി. ചാക്കോയുടെ നേതൃത്വത്തിലുള്ള വിഭാഗം കൊച്ചിയിൽ യോഗം ചേർന്നു. ശശീന്ദ്രൻ പക്ഷം ഞായറാഴ്ച കോഴിക്കോട് യോഗം ചേരും. ദേശീയ പാർട്ടിയായി തുടരണോ പുതിയ സംസ്ഥാന പാർട്ടിയായി മാറണോ എന്നതാണ് തർക്കവിഷയം. ഭാവി രാഷ്ട്രീയം എന്താകണമെന്നത് സംബന്ധിച്ച് എൻസിപിയിൽ 3 അഭിപ്രായമാണ്. പി.സി. ചാക്കോയും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരുമാണ് ഇന്ന് കൊച്ചിയിൽ യോഗം ചേർന്നത്. ജില്ലാ പ്രസിഡന്റുമാരിൽ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് മാത്രമാണ് പി.സി. ചാക്കോ വിഭാഗത്തെ അനുകൂലിച്ച് ഇന്ന് യോഗത്തിനെത്തിയത്. ദേശീയ പാർട്ടിയെ തന്നെ തുടർന്ന് മുന്നോട്ട് പോകണം എന്നതുള്ളതാണ് പി.സി. ചാക്കോയെയും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരുടെ നിലപാട്. അതേസമയം എ.കെ. ശശീന്ദ്രനും മുക്കം മുഹമ്മദും അടക്കമുള്ളവർ പുതിയൊരു സംസ്ഥാന പാർട്ടിയായി എൻസിപി മാറണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതായത് പാർട്ടി അഖിലേന്ത്യാ നേതൃത്വവുമായുള്ള ബന്ധം വിച്ഛേദിച്ച് പുതിയൊരു സംസ്ഥാന പാർട്ടിയായി മാറുക. പാർട്ടിയുടെ ദേശീയ നേതാവായ ശരത് പവാർ ഇടയ്ക്കിടെ പ്രധാനമന്ത്രിയെ അനുമോദിക്കുന്നതും പിന്തുണയ്ക്കുന്നതും, കൂടാതെ അജിത് പവാറിൻ്റെ ഭാര്യയായ സുനേത്ര പവാറിനെ പിന്തുണയ്ക്കുന്നതുമൊക്കെ ശശീന്ദ്രനെയും കൂട്ടരെയും സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. ഇത്തരത്തിൽ ബി.ജെ.പി. അനുകൂല നിലപാടാണോ പവാർ സ്വീകരിക്കുന്നത് എന്നുള്ള സന്ദേഹം അവർ ഉയർത്തുന്നു. ശശീന്ദ്രൻ വിഭാഗം ഞായറാഴ്ച കോഴിക്കോട് ജില്ലാ ജനറൽ ബോഡി വിളിച്ചിട്ടുണ്ട്. ജില്ലാ ജനറൽ ബോഡി യോഗമാണ് വിളിച്ചിരിക്കുന്നത് എങ്കിലും സംസ്ഥാന നേതാക്കൾ പങ്കെടുക്കും എന്ന് തന്നെയാണ് സൂചന. ഈ മാസം 14-ാം തീയതി കൊച്ചിയിൽ ചേർന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ എൻസിപി ജില്ലാ പ്രസിഡന്റുമാരിൽ ഭൂരിഭാഗവും മറ്റൊരു നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചത്. അതായത് മറ്റ് ചെറു പാർട്ടികളോട് കൂട്ടി എൻസിപി വിപുലീകരിക്കുക. ആന്റണി രാജുവിൻ്റെ നേതൃത്വത്തിലുള്ള ജനാധിപത്യ കേരള കോൺഗ്രസ് എസ്, ജനതാദളിലെ ചില വിഭാഗങ്ങൾ എന്നിവരെ ഉൾപ്പെടുത്തി ഒരു വലിയ പ്ലാറ്റ്ഫോം രൂപീകരിച്ച് സംസ്ഥാന പാർട്ടിയായി മുന്നോട്ട് പോവുക. എൻസിപി രൂപീകൃതമായതിനു ശേഷം ഇതേവരെ ഒരിക്കൽ പോലും ഒരു MLA എങ്കിലും ഇല്ലാതിരുന്നിട്ടില്ല. ഈ വലിയ തോൽവിക്ക് പിന്നാലെയാണ് പാർട്ടിയുടെ ഭാവി രാഷ്ട്രീയ നിലപാട് എന്തായിരിക്കണം എന്നത് സംബന്ധിച്ച് ഭിന്നാഭിപ്രായങ്ങൾ ഉയരുന്നതും അത് വിഭാഗീയത കലർന്ന യോഗങ്ങളിലേക്ക് കടക്കുന്നതും. പ്രദീപ് ജോസഫ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.